ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ക്രിസ്മസ് എക്സാമൊക്കെ അടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് കടക്കാം. ആക്ടിവിറ്റി 1, റീഡിംഗ് കംപ്രഹെൻഷൻ. റീഡ് ദ ഫോളോയിങ് പോം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൻ ബിലോ. അപ്പോൾ എന്താണ്, ഒരു പോം തന്നിട്ടുണ്ട്. അപ്പോൾ ആ പോം വായിച്ച് നോക്കിയിട്ട് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ പോം ഒന്ന് വായിച്ച് നോക്കാം. ഐ സ്റ്റാൻഡ് ടോൾ, ഐ സ്റ്റാൻഡ് പ്രൗഡ്, മൈ ഹാർട്ട് ബീറ്റ് സ്ട്രോങ്, മൈ സ്പിരിറ്റ് ലൗഡ്, ഐ ട്രസ്റ്റ് മൈ സെൽഫ്, ഐ നോ മൈ വേ, ഐ ഫേസ് മൈ ഫിയേഴ്സ്, കം വാട്ട് മേ, വിത്ത് എവറി സ്റ്റെപ്പ് ഐ ഫീൽ മോർ ബോൾഡ്, മൈ കോൺഫിഡൻസ് ഗ്രോസ്, മൈ spirit unfold, I believe in me, I know I can, I shine my light, I take my stand, so let my voice be heard, let my spirit soar, I am confident, I am me and I am more. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പോം. ഇനി എന്താ, താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസിനൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. സോ അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് ദ പോയിറ്റ് സ്റ്റാൻഡ്? എങ്ങനെയാണ് ഈ പോയിറ്റ് നിൽക്കുന്നത്? ദ പോയിറ്റ് സ്റ്റാൻഡ്സ് ടോൾ ആൻഡ് പ്രൗഡ്. നീളത്തിൽ പ്രൗഡായിട്ടാണ് പോയിറ്റ് നിൽക്കുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ, ഹൂ ഡസ് ദ പോയിറ്റ് ട്രസ്റ്റ്? ആരിനെയാണ് പോയിറ്റ് ട്രസ്റ്റ് ചെയ്യുന്നത്? പോയിറ്റ് എന്താണ്? ദ പോയിറ്റ് ട്രസ്റ്റ് ഹിംസെൽഫ്. അപ്പോൾ പോയിറ്റിനെ തന്നെയാണ് ട്രസ്റ്റ് ചെയ്യുന്നത്. വാട്ട് ഡസ് ദ പോയിറ്റ് ഫീൽ വിത്ത് എവറി സ്റ്റെപ്പ്? അപ്പോൾ ഓരോ സ്റ്റെപ്പിലും ഈ പോയിറ്റിന് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? വിത്ത് എവറി സ്റ്റെപ്പ് ദ പോയിറ്റ് ഫീൽസ് മോർ ബോൾഡ് ആൻഡ് കോൺഫിഡൻറ്റ്. ഒന്നും കൂടി ബോൾഡായ പോലെ, ഒന്നും കൂടി കോൺഫിഡൻ്റ് ആയ പോലെയാണ് നമ്മുടെ പോയിറ്റിന് ഓരോ സ്റ്റെപ്പിലും തോന്നുന്നത്. ഇനി ഡി ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് 2 pairs ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോം. ഈ പോമിൽ ഏതെങ്കിലും 2 റൈമിംഗ് വേർഡ്സ് എടുക്കുക. അപ്പോൾ ഏത്, നമുക്ക് പ്രൗഡ്, ലൗഡ്, മേ, വേ. അപ്പോൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലാസ്റ്റത്തെ സൗണ്ട് സെയിം ആയി വരണം. അപ്പോൾ ഇവിടെ ആകുമ്പോൾ പ്രൗഡ് ഡ് ഡ്, ലൗഡ് ഡ് ഡ്, ആ സൗണ്ട് എന്താണ്, സെയിം ആയി വരുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ സജസ്റ്റ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ ദ പോം. ഈ പോമിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് ടൈറ്റിൽ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഐ ആം കോൺഫിഡൻറ്റ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 2 നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2, സ്ക്രിപ്റ്റ് ഫോർ അനൗൺസ്മെൻറ്റ്. അപ്പോൾ ഒരു അനൗൺസ്മെൻ്റ് ആണ് ആക്ടിവിറ്റി 2 എന്ന് പറയുന്നത്. ദ നേച്ചർ ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ സെമിനാർ ഓൺ ദ ടോപ്പിക് പൊല്യൂഷൻ. പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ഫോർ അനൗൺസ്മെൻറ്റ് ഇൻ ദ മോർണിംഗ് അസംബ്ലി. അപ്പോൾ എന്താണ്, നമ്മുടെ സ്കൂളിലെ നേച്ചർ ക്ലബ്ബ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ടോപ്പിക് എന്ന് പറയുന്നത് എന്താ, പ്രോബ്ലം ഓഫ് പൊല്യൂഷൻ എന്നാണ് ടോപ്പിക്ക്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു സ്ക്രിപ്റ്റ്, അനൗൺസ്മെൻറ്റിൻ്റെ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ തയ്യാറാക്കണം. അപ്പോൾ നമുക്കത് തയ്യാറാക്കി നോക്കാം. ഗുഡ് മോർണിംഗ് എവ്രി വൺ, യുവർ കൈൻഡ് അറ്റൻഷൻ പ്ലീസ്. അപ്പോൾ അസംബ്ലിയിൽ പറയുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞു, യുവർ കൈൻഡ് അറ്റൻഷൻ പ്ലീസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇവിടെ ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ അത് പറഞ്ഞു. There is an important announcement from the nature club of our school. അപ്പോൾ എന്താണ്, നമ്മുടെ നേച്ചർ ക്ലബ്ബ്, നമ്മുടെ സ്കൂളിലത്തെ നേച്ചർ ക്ലബിൻ്റെ അവിടുന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അനൗൺസ്മെൻ്റ് ഉണ്ട്. വി ഷാൾ ബി കണ്ടക്ടിങ് എ സെമിനാർ ദിസ് വീക്ക് ഓൺ ദ പ്രോബ്ലം ഓഫ് പൊല്യൂഷൻ. അപ്പോൾ എന്താണ്, പൊല്യൂഷൻ്റെ പ്രോബ്ലത്തിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വി ഓൾ നോ ദാറ്റ് പൊല്യൂഷൻ അഫക്ട്സ് അവർ എൻവയോൺമെൻറ്റ് ഇൻ സോ മെനി വേയ്സ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, നമ്മുടെ എൻവയോൺമെൻറ്റിനെ ഈ പൊല്യൂഷൻ, ഈ മലിനീകരണങ്ങളൊക്കെ എന്താണ്, ഒരുപാട് തരത്തിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദിസ് സെമിനാർ ഈസ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ ടു അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് പൊല്യൂഷൻ ആൻഡ് ഡിഫറെൻറ്റ് വേസ് ടു റെഡ്യൂസ് ഇറ്റ്. അപ്പോൾ എന്താണ്, അപ്പോൾ ഈ സെമിനാർ എന്താണ്, എല്ലാവർക്കും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്തിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്? ഈ പൊല്യൂഷനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാനും അത് മനസ്സിലാക്കാനും പിന്നെ ഇത് എങ്ങനെയൊക്കെ ഈ പൊല്യൂഷൻ കുറക്കാൻ പറ്റുമെന്നൊക്കെ നമുക്ക്
മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ ഈ സെമിനാർ എന്ന് പറയുന്നത്. Everyone is invited to join us on Friday and make the seminar a great success through your timely attendance and active participation. അപ്പോൾ എന്താണ് എല്ലാവരെയും ഈ സെമിനാറിലേക്ക് എന്താണ് ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോൾ ഫ്രൈഡേ നടക്കുന്ന സെമിനാറിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാണ്. നിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനൊക്കെ ഇവിടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണം നമ്മളൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്ക്രിപ്റ്റിൻ്റെ ആ ഫോമാറ്റ് കൂട്ടുകാരൊന്ന് പഠിച്ച് വെക്കുക. ഓക്കെ, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് എവ്രി വൺ, യുവർ കൈൻഡ് അറ്റൻഷൻ പ്ലീസ്. പിന്നെ ലാസ്റ്റ് എന്താണ്, എവ്രി വൺ ഈസ് ഇൻവൈറ്റഡ് ടു ജോയിൻ അസ് ഓൺ ഫ്രൈഡേ ആൻഡ് മേക്ക് ദ സെമിനാർ എ ഗ്രേറ്റ് സക്സസ് ത്രൂ യുവർ ടൈംലി അറ്റൻഡൻസ് ആൻഡ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. അപ്പോൾ ഇതൊക്കെ എന്താണ്, നമുക്ക് എല്ലാ സ്ക്രിപ്റ്റിലും എല്ലാ അനൗൺസ്മെൻറ്റിലും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ കൂട്ടുകാരൊന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ദ ഫോളോയിങ് ആർ സം ഈവൻറ്റ്സ് ഇൻ ദ സ്റ്റോറി സോൾട്ട് ഇൻ ഹിസ് ഷൂസ്. അപ്പോൾ എന്താണ് സോൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്ന് പറയുന്ന സ്റ്റോറിയിലെ കുറച്ച് ഈവൻറ്റ്സ് ആണ് താഴെ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് വായിച്ചിട്ട് എന്ത് ചെയ്യണം, റീഅറേഞ്ച് ദ ഈവൻറ്റ്സ് ഇൻ ദ കറക്റ്റ് ഓർഡർ. കറക്റ്റ് ഓർഡറിൽ നമ്മൾ അത് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ആ സ്റ്റോറി നമുക്ക് എല്ലാവർക്കും കൂട്ടുകാർക്ക് ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഓർഡർ ഒന്ന് വായിച്ച് നോക്കാം, എന്നിട്ട് നമുക്ക് കറക്റ്റ് ആക്കാം. ഓക്കെ, മൈക്കൽസ് mother gave him advice and told him to put salt in his shoe and prayed to grow taller. Michael loved playing basketball but felt sad because he was smaller than the other players. Michael worked hard, practiced every day and slowly improved his skills. One day, Michael told his mother he was not good enough because he was too small. Years later, Michael became one of the greatest basketball player in the history. Michael realized that hard work and practice were more important than just being tall. അപ്പോൾ ഇതാണ് ഈവൻസ്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിൻ്റെ ഓർഡറൊക്കെ തെറ്റാണ്. അപ്പോൾ ഇനി നമുക്ക് റീഅറേഞ്ച് എഴുതി നോക്കാം. മൈക്കൽ ലവ്ഡ് പ്ലേയിങ് ബാസ്കറ്റ്ബോൾ ബട്ട് ഫെൽറ്റ് സാഡ് ബിക്കോസ് ഹി വാസ് സ്മോളർ ആൻഡ് ദാൻ ദ അതർ പ്ലേയേഴ്സ്. അപ്പോൾ ആദ്യത്തെ ഇവിടെ തന്നിട്ടുണ്ട് എന്താണ്, മൈക്കലിന് ബാസ്കറ്റ് ബോൾ കളിക്കാൻ നല്ല ഇഷ്ടമാണ്, പക്ഷെ എന്താണ്, ഹി ഫെൽറ്റ് സാഡ് ബിക്കോസ് ഹി വാസ് സ്മോളർ. മൈക്കൽ എന്താണ്, ബാക്കിയുള്ള പ്ലെയേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ മൈക്കിൾ നല്ല ചെറുതാണ്, അപ്പോൾ അത് അവനെ വിഷമിപ്പിച്ചു. അപ്പോൾ പിന്നെ എന്താ വരിക, വൺ ഡേ മൈക്കിൾ ടോൾഡ് ഹിസ് മദർ ഹി വാസ് നോട്ട് ഗുഡ് ഇനഫ് ബിക്കോസ് ഹി വാസ് ടു സ്മോൾ. അപ്പോൾ ഒരു ദിവസം മൈക്കിളിൻ്റെ അമ്മനോട് പറഞ്ഞ് എനിക്ക് നന്നായി കളിക്കാൻ പറ്റില്ല കാരണം ഞാൻ നല്ല ചെറുതാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താ വരിക, മൈക്കിൾസ് മദർ ഗേവ് ഹിം അഡ്വൈസ് ആൻഡ് ടോൾഡ് ഹിം ടു പുട്ട് സോൾട്ട് ഇൻ ഹിസ് ഷൂസ് ആൻഡ് പ്രേ ടു ഗ്രോ ടോളർ. അപ്പം അമ്മ പറഞ്ഞു എന്താണ്, ഒരു അഡ്വൈസ് കൊടുത്തു, ഷൂവിൽ കുറച്ച് സോൾട്ട് ഇട്ടിട്ട് നന്നായി പ്രാർത്ഥിച്ചാൽ മതി, അപ്പം നീ നീളം വെക്കും, അപ്പം നീ ടോളർ ആവുമെന്ന് പറഞ്ഞു. ഓക്കെ, മൈക്കൽ വർക്ക്ഡ് ഹാർഡ്, പ്രാക്ടീസ്ഡ് എവറി ഡേ ആൻഡ് സ്ലോലി ഇംപ്രൂവ്ഡ് ഹിസ് സ്കിൽസ്. പിന്നെ എന്തുണ്ടായി, മൈക്കിൾ നന്നായി വർക്ക് ചെയ്തു, അങ്ങനെ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്തു, അങ്ങനെ പതുക്കെ എന്ത് ചെയ്തു, മൈക്കിളിൻ്റെ സ്കില്ലൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. മൈക്കിൾ റിയലൈസ്ഡ് ദാറ്റ് ഹാർഡ് വർക്ക് ആൻഡ് പ്രാക്ടീസ് വർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ജസ്റ്റ് ബീയിങ് ടോൾ. അപ്പോൾ എന്താണ്, ഹാർഡ് വർക്കും പ്രാക്ടീസും ആണ് എന്തിനേക്കാൾ ടോളൊക്കെ ആവുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്ന് മൈക്കിളിന് മനസ്സിലായി. ഇയേഴ്സ് ലേറ്റർ മൈക്കിൾ ബിക്കം വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ബാസ്കറ്റ്ബോൾ പ്ലെയർ ഇൻ ദ ഹിസ്റ്ററി. അപ്പോൾ എന്താണ്, അപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മൈക്കലായി വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ബാസ്കറ്റ്ബോൾ പ്ലെയർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഓർഡർ. അപ്പോൾ ഇങ്ങനെ വേണം ഇത് എഴുതാനായിട്ട്. ഇനി നമുക്ക് വേറെ ഒരു ആക്ടിവിറ്റി നോക്കി നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 5 ആണ് ന്യൂസ് റിപ്പോർട്ട്. ദ എക്കോ ക്ലബ് ഇൻ യുവർ സ്കൂൾ പ്ലാന്റഡ് സാപ്ലിങ്സ് ഓൺ ദ സ്കൂൾ premises and distributed sapling to the students on World Environment Day. A rally was also held to make the people aware of the need to conserve water. The program was inaugurated by the ward member. Prepare a news report. അപ്പോൾ എന്താണ്, ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാനാണ്. ഇത് എക്കോ ക്ലബ്ബ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സ്കൂളിലത്തെ എക്കോ ക്ലബ്ബ് എന്ത് ചെയ്തിട്ടുണ്ട്, സാപ്ലിങ്സ് ഒക്കെ നട്ടിട്ടുണ്ട്.
അപ്പോൾ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേയുടെ ഭാഗമായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഒരു റാലിയൊക്കെ അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, വെള്ളം സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഒരു ഹെഡിങ് കൊടുക്കാം, സെൻട്രലായിട്ട് കൊടുക്കുക വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ പ്രോഗ്രാം അറ്റ് KM സ്കൂൾ. ഓക്കെ, ഇത് നമുക്ക് സംഭവം. അപ്പോൾ ഇത് എഴുതുമ്പോൾ ഒരു ബോക്സിലായിട്ട് എഴുതാൻ കൂട്ടുകാർ ശ്രദ്ധിക്കുക. കണ്ണൂർ KM സ്കൂൾ സെലിബ്രേറ്റ് വേൾഡ് എൻവയോൺമെൻറ്റ് Day with so many activities. The program was inaugurated by ward member Sri Jose under the leadership of School Eco Club. Green Leaf students planted saplings on the school premises and medicinal plant saplings are distributed to the students. അപ്പോൾ എന്താണ്, അപ്പോൾ ഇങ്ങനെ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേയുടെ ഭാഗമായിട്ട് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ KM സ്കൂളിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇനാഗുറേറ്റ് ചെയ്തത് ശ്രീ ജോസ് ആണ്. പിന്നെ എന്താണ്, അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സ്കൂൾ എക്കോ ക്ലബ്ബ്. സ്കൂൾ എക്കോ ക്ലബിൻ്റെ ലീഡർഷിപ്പിൽ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ സാപ്ലിങ്സൊക്കെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അതിലെന്താ മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. റാലി വാസ് ഓൾസോ ഹെൽപ്പ് ടു മേക്ക് പീപ്പിൾ അവെയർ ഓഫ് ദ നീഡ് ടു കൺസേർവ് വാട്ടർ. അപ്പോൾ വെള്ളത്തിൻ്റെ സംരക്ഷണത്തിനെ കുറിച്ചിട്ട് ജനങ്ങൾക്ക് ഒരു അവയർനെസ് കൊടുക്കുന്ന പോലെ ഒരു റാലി കൂടെ ഇവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ന്യൂസ് പേപ്പർ. അപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ന്യൂസ് പേപ്പർ റിപ്പോർട്ടൊക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ദെൻ അടുത്ത ആക്ടിവിറ്റി 7 എഡിറ്റിംഗ്. റീഡ് ദ പാസേജ് ആൻഡ് എഡിറ്റ് ദ അണ്ടർലൈൻഡ് വേർഡ്സ്. അപ്പോൾ എന്താണ്, ഇങ്ങനെ ഒരു പാസേജ് എഡിറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ എന്താണ്, ഒരു പാസേജ് തന്നിട്ടുണ്ട്, അതിൽ ചില വേർഡ്സ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യണം. അപ്പോൾ നോക്കാം. ആഫ്റ്റർ ദാറ്റ് നൈറ്റ് മൈക്കൽ വിയർ ഹിസ് ഫേവറേറ്റ് ഗെയിം ഷൂസ്. അവിടെ വിയർ അല്ല വരിക, പാസ്റ്റ് ആണ്, വോറാണ് വരിക. his favorite game shoes and he felt the presence. അവിടെ he എന്താണ്, സ്മോൾ ലെറ്റർ ആണ്, എച്ച് വരിക. ഓക്കെ, felt the presence of the salt feet his under അല്ല വരിക, under his feet എന്നാണ് വരിക. he had a special feeling. സ്പെഷ്യൽ സ്പെല്ലിങ് തെറ്റാണ്, SPECIAL ആണ് വരിക. Wearing his shoes, he went everywhere, but he stopped going on the park. അല്ല വരിക, പാർക്കിലേക്ക് എന്നാണ്. അപ്പോൾ to the park with his brothers on Saturdays. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ആ അണ്ടർലൈൻ ചെയ്ത വേർഡ്സ് നമ്മൾ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കിയിട്ട് എഡിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കും. Thanks for watching.